വെൽക്കം ടു ചെറുകഥ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എവറിത്തിങ് ഈസ് പോസിബിൾ എന്ന തിയറിയെ മാത്രം വിശ്വസിച്ച് ലോകത്തിലെ ഏറ്റവും സേഫ് ആയുള്ള ഒരു സാധനം എടുക്കാൻ ഒരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്യും. അവർക്ക് അതിന് സാധിച്ചോ അതോ പിടിക്കപ്പെട്ടോ എന്നുള്ളതാണ് ഈ സിനിമ. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയം എന്തെന്ന് വെച്ചാൽ 1975 നടന്ന ഒരു യഥാർത്ഥ കൊള്ളയെ ബേസ് ചെയ്താണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. സോ നമുക്ക് സിനിമ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തിക്കോളൂ. പടത്തിന്റെ തുടക്കത്തിൽ രണ്ടുപേർ കടലിനടിയിൽ മുങ്ങിപ്പോയി നിധികൾ കണ്ടുപിടിച്ച് ഒന്നൊന്നായി മുകളിലുള്ള കപ്പലിലേക്ക് ശേഖരിക്കുകയാണ്. വർഷങ്ങളോളം ഈ നിധിയെ പറ്റി റിസർച്ച് ചെയ്ത് ഗവൺമെന്റിന് കൂടെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഈ നിധികൾ ഒരു ചെറിയ ടീമിനെ കൊണ്ട് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകുന്ന ഒരു മാസ്റ്റർ മൈൻഡാണ് ഇദ്ദേഹത്തെ നമുക്ക് മാസ്റ്റർ എന്ന് വിളിക്കാം. ഇപ്പോ കടലിനടിയിലുള്ള രണ്ട് ഡൈവർമാരിൽ ഒരാൾ നല്ല ടാലന്റ് ഉള്ള ആളാണ്. അയാളാണ് മാസ്റ്ററിന്റെ റൈറ്റ് ഹാൻഡ്. കടലിനടിയിൽ ഏത് കോംപ്ലക്സ് ആയ സ്ഥലത്തും ചെന്ന് ഡൈവ് ചെയ്ത് നിധിയെടുക്കാൻ അവനെ കൊണ്ട് പറ്റും. അയാൾ ഇപ്പോൾ കടലിനടിയിൽ ആർക്കും ചെല്ലാൻ പറ്റില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് പോയി നിധിയെടുത്ത് മുകളിൽ വന്നു. അങ്ങനെ എല്ലാ നിധിയും കപ്പലിലെത്തി. വർഷങ്ങളോളം അവർ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇപ്പോൾ ആ കപ്പലിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ആ സന്തോഷം ഒരുപാട് നേരത്തേക്ക് നിലനിന്നില്ല. അപ്പോഴേക്കും അവിടേക്ക് നേവിയും കോസ്റ്റൽ ഓഫീസേഴ്സും വന്ന് മാസ്റ്ററിന്റെ കപ്പൽ വളയും. അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതോടെ മാസ്റ്ററിന്റെ പല വർഷത്തെ അധ്വാനം വേസ്റ്റ് ആവും. ഗവൺമെന്റ് മാസ്റ്റർ അൺഒഫീഷ്യലായി ഇങ്ങനെ നിധിയെടുത്തതിനാലും ഗവൺമെന്റിന് സ്വന്തമായ സ്ഥലത്ത് നിന്ന് നിധിയെടുത്തതിനാലും ഈ നിധിയെല്ലാം ഗവൺമെന്റിനാണ് സ്വന്തം എന്ന് പറഞ്ഞ് നിധിയെല്ലാം ടേക്ക് ഓവർ ചെയ്യും. പല വർഷങ്ങളോളം മാസ്റ്റർ എങ്ങനെ കേസ് നടത്തിയിട്ടും ഒരു ഉപകാരവും ഇല്ലാതെയായി. അങ്ങനെ ഒരു ദിവസം മാസ്റ്ററിന്റെ ഒരു ഫ്രണ്ട് മാസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ വരും. ഫ്രണ്ട് പറയും, നിങ്ങൾക്ക് ഈ നിധി വേറെ ഒരു രീതിയിൽ സ്വന്തമാക്കിക്കൂടെ എന്ന് ചോദിക്കും. ആ നിധി ഇപ്പോൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും സേഫായ വോൾട്ടിലാണ്. അത് ബാങ്ക് ഓഫ് സ്പെയിൻ ആണ്. സോ അത് എങ്ങനെയെങ്കിലും ആർക്കും അറിയാതെ എടുക്കണം. പക്ഷേ അത് നമ്മളാണ് ചെയ്തത് എന്ന് ആരും അറിയാനും പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോ ആ ബാങ്ക് ഓഫ് സ്പെയിൻ ആണ് കാണിക്കുന്നത്. അതിനുള്ളിൽ മിലിറ്ററി ഓഫീസേഴ്സും ഹെവിയായ പാസ്കോഡും പിന്നെ ടെററായ ഒരു ഹെഡുമാണ് ഉള്ളത്. ഇവർ അറിയാതെ ഒരു ഈച്ച പോലും ഉള്ളിൽ കയറുകയില്ല. ഇങ്ങനത്തെ സെറ്റപ്പുള്ള സ്ഥലത്ത് നിന്ന് മാസ്റ്ററും ടീമും എങ്ങനെ ഈ നിധി അടിച്ചു മാറ്റും എന്നാവും പടം കാണുന്ന നമ്മുടെ ക്യൂരിയോസിറ്റി. അപ്പോഴാണ് കോളേജ് സ്റ്റുഡന്റ് ആയ നമ്മുടെ ഹീറോനെ കാണിക്കുന്നത്. അവനെ പറ്റി പറയുകയാണെങ്കിൽ അമ്പലം ചെറുതാണെങ്കിൽ പ്രതിഷ്ഠ വലുതാണ് എന്ന് പറയുന്ന പോലെയാണ്. കാണാൻ ലുക്കൊന്നുമില്ലെങ്കിലും ഒടുക്കത്തെ ബുദ്ധിയാണ് ചെക്കനെ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ നാട്ടിലെ വലിയ വലിയ കമ്പനികൾ എല്ലാം അവനെ ജോലിക്കെടുക്കാൻ മത്സരിക്കുകയാണ്. അതെല്ലാം ഹീറോ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഹീറോയ്ക്ക് ആരെയും ഒബേ ചെയ്ത് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. പിന്നെ അവന്റെ ടാലന്റിനെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ജോലി മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന വാശിയിലാണ് ഹീറോ. ഒരു ദിവസം ഹീറോന്റെ അച്ഛൻ അവനെ വിളിച്ച് അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നാളേക്കാണ് നീ ഇങ്ങനെ കിട്ടുന്ന ജോലി വേണ്ടാന്ന് വെക്കുക? എന്തെങ്കിലും ജോലിക്ക് പോയാലല്ലേ നിനക്ക് നിന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരിക്കുമ്പോൾ ഹീറോന് ഒരു മെസ്സേജ് വരും. ഞാൻ നിന്റെ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് ആ മെസ്സേജിൽ ഉണ്ടാവുക. ഹീറോ അത് കണ്ടതും എണീറ്റ് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരാൾ ഹീറോയ്ക്ക് ജാക്കറ്റ് ധരിപ്പിച്ചു കൊടുക്കും. ആ ജാക്കറ്റിന്റെ പോക്കറ്റിൽ അവൻ കൈയിടുമ്പോൾ അതിൽ ഒരു അഡ്രസ് ഉണ്ടാകും. ഹീറോ ആ അഡ്രസ്സിലേക്ക് പോകും. ആ അഡ്രസ്സിൽ വെച്ച് ഒരു പെണ്ണ് ഹീറോനെ വന്ന് മീറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഹീറോയിൻ. ഹീറോയിൻ ആണെങ്കിൽ പിക് പോക്കറ്റിൽ അഗ്രഗണ്യാണ്. അവളുടെ കലാവിരുദ്ധം ഹീറോന്റെ മുന്നിൽ തന്നെ വെച്ച് കാണിക്കും. ഹീറോയുടെ കിളി അതോടെ പോകും. ഹീറോയിൻ ഹീറോനെ ഒരു ടേബിളിൽ ഇരുത്തി വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അവിടേക്ക് മാസ്റ്റർ വരും. മാസ്റ്ററിന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ മാസ്റ്റർ ഇന്റലിജന്റ് ആണ് എന്ന് ഹീറോയ്ക്ക് മനസ്സിലാകും. മാസ്റ്റർ ഹീറോന് ഒരു ജോബ് ഓഫർ കൊടുക്കും. അപ്പോൾ തന്നെ ഹീറോ റിജക്ട് അടിക്കും. നീ വേണ്ടാന്ന് പറയാൻ ഈ ജോലി നിനക്ക് മുമ്പ് വന്ന പോലത്തെ ജോലിയൊന്നുമല്ല. ലോകത്തിലെ തന്നെ വളരെ സേഫ് ആയ ഒരു വോൾട്ടിലുള്ള സാധനം എടുക്കണം. അത് മാത്രമല്ല ആ വോൾട്ടിന്റെ അടുത്തേക്ക് എത്താൻ ഇമ്പോസിബിൾ ആണ്. നിനക്കല്ലേ ഇമ്പോസിബിൾ ആയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം എന്ന് മാസ്റ്റർ ചോദിക്കും. ഹീറോയും ഒന്ന് ആലോചിക്കും. മാസ്റ്റർ ഹീറോയ്ക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് ഇനി നിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അന്ന് നൈറ്റ് ഹീറോ ആ ബാങ്കിനെ പറ്റിയും ആ വോൾട്ടിനെ പറ്റിയും റിസർച്ച് ചെയ്യും. വോൾട്ടിന്റെ അസാധ്യമായ എഞ്ചിനീയറിംഗ് ശരിക്കും ഹീറോനെ അടാതെ ആകർഷിക്കും. അതുകൊണ്ട് തന്നെ തനിക്ക് ജോലി കിട്ടിയെന്ന് അച്ഛനെ വിളിച്ച് പറഞ്ഞ് മാസ്റ്ററിന്റെ അടുത്തേക്ക് ഹീറോ പോകും. എയർപോർട്ടിൽ ഹീറോയിൻ വന്ന് ഹീറോനെ പിക്കപ്പ് ചെയ്ത് മാസ്റ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. മാസ്റ്റർ ഹീറോനെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടീം മെമ്പേഴ്സിന് ആർക്കും അവന് ചെറിയ പയ്യനായതുകൊണ്ട് തന്നെ താല്പര്യമാവില്ല. മാസ്റ്ററുടെ ടീമിൽ ഒരു ഹാക്കർ, മാസ്റ്ററിന്റെ ഫ്രണ്ടായ ഒരു അങ്കിള്, മാസ്റ്ററിന്റെ റൈറ്റ് ഹാൻഡായ ഡൈവർ, പിന്നെ ഹീറോയിനും ഇപ്പോ ഹീറോയുമായി മൊത്തം 5 പേരാണുള്ളത്. ഇപ്പോ ഹാക്കർ ആ ബാങ്കിന്റെ ക്യാമറയുടെ കൺട്രോൾ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ പാസ്കോഡ് ഹാക്ക് ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഹീറോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിക്കും. മാസ്റ്റർ എങ്ങനെയെന്ന് ചോദിക്കും. ഹീറോ പറയും, ഇപ്പോ ബാങ്കിലെ എംപ്ലോയീസ് ആരെങ്കിലും ബാങ്കിന് പുറത്തുണ്ടെങ്കിൽ അയാളുടെ മൊബൈലിലേക്ക് ബാങ്കിൽ നിന്ന് ഒരു വോയിസ് മെയിൽ അയക്കുന്നത് പോലെ വോൾട്ടിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി അവരുടെ പാസ്കോഡ് ടൈപ്പ് ചെയ്യാൻ പറയും. അത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത് കോപ്പി ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയും. അവരും അതുപോലെ തന്നെ ചെയ്തു നോക്കും. സംഭവം വർക്ക് ചെയ്യും. ഇപ്പോൾ ഹീറോ പറഞ്ഞ പോലെ ക്യാമറയുടെ കൺട്രോൾ നമ്മുടെ ടീമിന് കിട്ടും. അപ്പോഴാണ് ഹീറോ ചെറിയ പുള്ളിയല്ല വലിയ പുള്ളിയാണ് എന്ന് ടീമിന് മനസ്സിലാവുക. അടുത്ത സീനിൽ നമ്മുടെ അങ്കിളും ഡൈവറും ബേസ്മെന്റിൽ ഓടുന്ന മെട്രോയുടെ റൂട്ടിൽ കൂടെ നടന്ന് ബാങ്കിലേക്ക് കയറാനുള്ള വഴി നോക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോയും മാസ്റ്ററും ഒരിടത്തിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, ഇത്രയും റിസ്ക് എടുക്കാൻ ആ വോൾട്ടിൽ എന്താണുള്ളത് എന്ന്. അപ്പോൾ മാസ്റ്റർ എല്ലാ കാര്യങ്ങളും ഹീറോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. 30 വർഷത്തിന് മുമ്പ് എനിക്ക് ഒരു നിധിയെ പറ്റി അറിവ് കിട്ടി. അത് പുരാതന കാലത്ത് രാജാക്കന്മാർ ആരുടെ കയ്യിലും കിട്ടാതിരിക്കാൻ വേണ്ടി ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിട്ടുള്ളതാണ്. കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ സ്ഥലം കടലെടുത്തു പോയി. അങ്ങനെ ഞാൻ അത് കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് കുറച്ച് വർഷം മുമ്പ് കണ്ടുപിടിച്ചപ്പോൾ അത് ഗവൺമെന്റ് എന്റെ കയ്യിൽ നിന്ന് സീസ് ചെയ്തു. ഇപ്പോൾ അത് ആ വോൾട്ടിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ മോഷ്ടിക്കുകയല്ല. നമുക്ക് അവകാശപ്പെട്ടതാണ് എടുക്കാൻ പോകുന്നത് എന്ന് മാസ്റ്റർ പറയും. ഇവർ ഈ പ്ലാനിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് സ്പെയിനിൽ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട് മൊത്തം ഒരു ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത്. അടുത്ത ദിവസം മാസ്റ്റർ ടീമിലെ എല്ലാവരെയും വിളിച്ച് എന്താണ് പ്ലാൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബാങ്കിനെ പറ്റി കിട്ടിയ എല്ലാ ഇൻഫർമേഷൻ
ഇൻഫർമേഷൻ മാസ്റ്റർ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ 70 വർഷം മുമ്പ് ഡിസൈൻ ചെയ്ത ആ വോൾട്ടിന്റെ എഞ്ചിനീയറിംഗിനെ പറ്റി മാസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യും. വോൾട്ടിന്റെ എഞ്ചിനീയറിംഗിനെ പറ്റി ഇപ്പോൾ ഒരാൾക്കും അറിയില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നാളെ തൊട്ട് ഇതാണ് നമ്മുടെ പ്രധാന പണിയെന്ന് ടീമിനോട് പറയും. അതിന് ആദ്യമായി നമ്മൾ ബാങ്കിനുള്ളിൽ കയറണം. എന്നിട്ട് വോൾട്ട് തുറക്കാനുള്ള 2 കീ പൊക്കണം എന്ന് പറയും. ഡൈവർ ഞാനും അങ്കിളും അത് നോക്കാമെന്ന് പറയും. ഡൈവറുടെ ഫോട്ടോ ക്രിമിനൽ ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് ഹീറോ ഞാൻ പോവാമെന്ന് പറയും. എന്നിട്ട് ഹാക്കർ ആ ബാങ്കിലെ മെയിന്റനൻസ് വർക്ക് ചെയ്യുന്ന ഏജൻസിയിൽ വിളിച്ച് 2 days മെയിന്റനൻസ് വർക്ക് സ്റ്റോപ്പ് ചെയ്തോ, ബാങ്കിലേക്ക് ആരും 2 ദിവസത്തേക്ക് വരണ്ട എന്നും പറയും. ഇപ്പോൾ ഹീറോയും അങ്കിളും മെയിന്റനൻസ് വർക്കിന്റെ വേഷത്തിൽ ബാങ്കിനുള്ളിൽ കയറി പറ്റും. അപ്പുറത്ത് ഹീറോയിൻ ബാങ്കിനുള്ളിലുള്ള പെയിന്റിംഗ് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസറായി ബാങ്കിൽ എത്തും. അപ്പോൾ ഹീറോയിനെ റിസീവ് ചെയ്യുന്നത് ബാങ്കിന്റെ ഹെഡാണ്. ഹെഡ് ഹീറോയിന് കോഫി കൊടുക്കുന്ന ഗ്യാപ്പിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് പൊക്കും. ആ സമയത്ത് അങ്കിൾ ആരുമില്ലാത്ത നേരം നോക്കി ബാങ്കിന്റെ സർവർ റൂമിൽ കയറി അതിലൊരു ചിപ്പ് വയ്ക്കും. ഇപ്പോ ബാങ്കിന്റെ മുഴുവൻ സെക്യൂരിറ്റി കൺട്രോൾ മാസ്റ്ററിന്റെ ടീമിന് കിട്ടും. ഇപ്പോ ഹാക്കർ ഹീറോയിൻ പെയിന്റിംഗ് ചെക്ക് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ റിപ്പീറ്റ് മോഡിൽ ബാങ്കിന്റെ ക്യാമറയിൽ ഹാക്കർ ഡിസ്പ്ലേ ചെയ്യും. അതുകൊണ്ട് ഹീറോയിൻ ആ റൂമിൽ ചെയ്യുന്നത് ആരും അറിയില്ല. ഹീറോയിൻ നിൽക്കുന്ന റൂമിലാണ് വോൾട്ടിന്റെ കീ ഉള്ളത്. അങ്ങനെ ഹീറോയിൻ ലോക്കർ തുറന്ന് കീ എടുത്ത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഹീറോ കുറച്ച് നെർവസ് ആയിട്ടാണ് ഉള്ളത്. ഹീറോ ഒരു മീറ്റിംഗ് റൂമിൽ കയറി മീറ്റിംഗ് ടേബിളിന് താഴെ ഒരു ഡിവൈസ് വെച്ച് വോൾട്ടിന്റെ എക്സാക്ട് ഡയഗ്രാം എടുക്കും. ആ റൂമിന് താഴെയാണ് ആ വോൾട്ട് ഉള്ളത്. അപ്പോഴാണ് ഒരു പണി കിട്ടുന്നത്. മീറ്റിംഗ് ഹാളിലേക്ക് മീറ്റിംഗ് കൂടാനായി കുറച്ച് ആളുകൾ എത്തും. എല്ലാവരും നേരെ വന്ന് ഹീറോ ഒളിച്ചിരിക്കുന്ന ടേബിളിലാണ് വന്നിരിക്കുക. എങ്ങാനും പിടിച്ച ഹീറോന്റെ കാര്യം അവിടെ കഴിയും. എല്ലാവരും നല്ല ടെൻഷനിലാണ് ഉള്ളത്. ആ ടൈമിൽ തന്നെ ഹീറോയിൻ 2ാമത്തെ കീയും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹീറോ നല്ല ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ആ ടൈമിൽ ഒരാളുടെ കയ്യിൽ നിന്ന് 2 പേപ്പർ നിലത്തേക്ക് വീഴും. ഹീറോ പണി പാളി എന്ന് വിചാരിക്കുമ്പോൾ ആ സ്കാനിംഗ് ഡിവൈസ് കാരണം വോൾട്ടിന്റെ അലാറം അടിക്കാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും പാനിക്കായി അവിടെ നിന്ന് പോകും. ബാങ്കിന്റെ ഹെഡ് എല്ലാ എൻട്രൻസും ക്ലോസ് ചെയ്യാൻ ഓർഡർ കൊടുക്കും. പക്ഷേ ഹീറോയിൻ കീ സ്കാൻ ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ടീമിലെ എല്ലാവരും നല്ല ടെൻഷനിലാണ് വെയിറ്റ് ചെയ്യുന്നത്. ആ സമയം ആർമി ഗാർഡ്സ് ഓരോ റൂമിൽ കയറി അവിടെയുള്ള ആളുകളെ ഒളിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഹീറോയിൻ ഒരു വിധത്തിൽ കീ സ്കാൻ ചെയ്ത് തീർക്കും. പക്ഷേ ആ കറക്റ്റ് ടൈമിന് ബാങ്കിലെ ഒരു ഓഫീസർ അവിടേക്ക് വരുമ്പോൾ ഹീറോയിന് കീ ലോക്കറിൽ വെക്കാൻ സാധിക്കാതെ കീ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങും. ഇതറിഞ്ഞ് ടീമിലെ എല്ലാവരുടെയും കിളി പാറും. പക്ഷേ മാസ്റ്റർ ഹീറോയിനോട് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കും. ഹീറോ സ്റ്റെപ്പിന് താഴെയുണ്ട് എന്ന് പറയും. മാസ്റ്റർ ഹീറോയിനോട് കീ താഴേക്ക് ഇടാൻ പറയും. ഹീറോ കറക്റ്റായി കീ ക്യാച്ച് ചെയ്ത് കീ ലോക്കറുള്ള റൂമിൽ കൊണ്ടുപോയി ലോക്കറിൽ വെച്ച് തിരിയുമ്പോൾ കറക്റ്റായി അവിടേക്ക് ഒരു ഗാർഡ് വരും. ആ ഗാർഡ് നീ എന്താ ഇവിടെ, നിനക്ക് അലാറം അടിക്കുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ സോറി ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഹീറോ ജസ്റ്റ് എസ്കേപ്പ് ആവും. ബാങ്ക് ഫുള്ളായി അരിച്ചു പറക്കിയിട്ടും ഒന്നും കിട്ടാത്തത് കൊണ്ട് ബാങ്കിന്റെ ഹെഡ് കലിപ്പിലാവും. അടുത്ത സീനിൽ ഹീറോ വോൾട്ടിന്റെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിന്റെ 100 അടി താഴെയാണ് വോൾട്ട് ഉള്ളത്. ആ ഡയഗ്രാമിൽ വോൾട്ടിന് മുകളിൽ എന്തോ ഉണ്ട്. അത് എന്താന്ന് ആർക്കും മനസ്സിലാവില്ല. അത് എന്താന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോ പറയുന്നത് അത് മുഴുവൻ വെള്ളമാണ് എന്ന്. അപ്പോൾ ആ ഡൈവർ ചോദിക്കും ഈ താഴെ കാണുന്നത് എന്താണ് എന്ന്. അത് മുഴുവൻ ഒരു പ്രത്യേകതരം മെക്കാനിസമാണ്. നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ വോൾട്ടിൽ മുഴുവൻ വെള്ളം നിറയും. പിന്നെ ഉള്ളിലുള്ള ആൾക്ക് പുറത്തേക്ക് പോകാനോ പുറത്തുള്ള ആൾക്ക് അകത്തേക്ക് കയറാനോ പറ്റുകയില്ല. അപ്പോൾ മാസ്റ്റർ ചോദിക്കും ഇതൊക്കെ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമെന്ന്. അപ്പോൾ ഹീറോ ആ ബാങ്കിൽ നിന്ന് കിട്ടിയ ഡോക്യുമെന്റ്സ് വെച്ച് വോൾട്ടിന്റെ എഞ്ചിനീയറിംഗിന്റെ സീക്രറ്റ് കണ്ടുപിടിക്കും. ശരിക്കും ആ ഡീറ്റെയിൽസിൽ മുഴുവനാക്കാത്ത പോലത്തെ ഒരു പ്ലാൻ ഉണ്ട്. അത് ഹീറോ ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ അത് ഒരു നീതി ദേവതയാണ് എന്ന് അറിയുന്നത്. അത് വെച്ച് ഹീറോ ഒരു കാൽക്കുലേഷനിലെത്തും. ഇവർ വോൾട്ടിൽ ഒരു സെൻസറും ഉപയോഗിച്ചിട്ടില്ല. അത് 70 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു വോൾട്ടാണ്. അതുകൊണ്ട് തന്നെ നീതി ദേവതയുടെ കയ്യിലുള്ള സ്കെയിലിന്റെ എഞ്ചിനീയറിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു നിശ്ചിത വെയിറ്റിന് മുകളിൽ വോൾട്ടിനുള്ളിൽ കയറിയാൽ വോൾട്ടിനുള്ളിൽ സെറ്റ് ചെയ്ത സ്കെയിൽ ചേഞ്ച് ആയി വോൾട്ടിനുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങും. നമുക്ക് ഇതിനാണ് ഒരു സൊല്യൂഷൻ വേണ്ടത് എന്ന് ഹീറോ പറയും. അപ്പുറത്ത് ബാങ്കിന്റെ ഹെഡിന് ആ അലാറം അടിച്ച ഇഷ്യൂ കാരണം ബാങ്കിന്റെ ഹയർ ഓഫീസേഴ്സിന്റെ വിശ്വാസം പോയി. അത് കാരണം അയാൾ നല്ല പ്രഷറിലാണ് ഉള്ളത്. അടുത്ത സീനിൽ അങ്കിളും ആ ഡൈവറും കൂടി ബാങ്കിന്റെ ബേസ്മെന്റ് കണ്ടുപിടിക്കും. അപ്പുറത്ത് ഹീറോ ബാങ്കിന്റെ വോൾട്ടിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫുൾ ആൻഡ് ഫുൾ കോപ്പർ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹീറോ പറഞ്ഞതുപോലെ അതിൽ സ്കെയിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൈവർ അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയും. അങ്കിളും ഒന്നും മനസ്സിലാവാതെ നിൽക്കും. അടുത്ത സീനിൽ ടീമിൽ എല്ലാവരും മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ആ വോൾട്ടിനെ ചുറ്റും വൈബ്രേനിയം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ട്രോങ് ആയ സ്ഥലം ഡ്രില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് 15 ദിവസമെങ്കിലും എടുക്കും. അത് മാത്രമല്ല എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ കൂടി വോൾട്ടിന്റെ അലാറം ഓൺ ആവാൻ ചാൻസും ഉണ്ട്. ഇത് ഇമ്പോസിബിൾ ആയ മിഷൻ ആണ് എന്ന് അയാൾ പറയും. ഇത് കേട്ട് മാസ്റ്റർ ദേഷ്യത്തിൽ എണീറ്റ് പോകും. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ഉപകാരവും ഇല്ലാതെ പോയ വിഷമത്തിലിരിക്കും. അപ്പുറത്ത് മാസ്റ്റർ മുകളിൽ നിൽക്കുമ്പോൾ ഒരു സംഭവം നോട്ട് ചെയ്യും. അത് എന്താന്ന് വെച്ചാൽ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതുകൊണ്ട് അവിടെ എല്ലായിടത്തും നല്ല ആഘോഷവും തിരക്കുമാണ്. പ്രത്യേകിച്ച് ബാങ്ക് ഓഫ് സ്പെയിൻ ഉള്ള സ്ട്രീറ്റിൽ. എങ്ങാനും വേൾഡ് കപ്പ് ഫൈനൽസിൽ സ്പെയിൻ എത്തിയാൽ സെലിബ്രേഷൻ ഡബിൾ മടങ്ങാവും. അപ്പോൾ ബാങ്കിന്റെ മൊത്തം ക്യാമറയും അവിടെ വരുന്ന ക്രൗഡിനെ നേരെയാവും. ആ ടൈം നോക്കി ബാങ്കിന്റെ ടോപ്പ് ഫ്ലോർ വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് എന്ന് മാസ്റ്റർ പറയും. നടക്കാൻ പോകുന്ന ഫുട്ബോൾ മാച്ചിലാണ് എല്ലാം എന്ന് വിചാരിച്ച് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവർ ആഗ്രഹിച്ച പോലെ തന്നെ സ്പെയിൻ ജയിച്ച് ഫൈനൽസിൽ കയറും. ഇനി ഹീറോയുടെ കയ്യിലാണ് എല്ലാം. ഹീറോന് ഇപ്പോഴും അവന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹീറോ എത്ര ശ്രമിച്ചിട്ടും അവന് അത് ശരിയാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഹീറോനെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ച് ഹീറോ ഒരു കാര്യം കാണും. അടുത്ത സീനിൽ ടീമിലെ എല്ലാവരെയും വിളിച്ചു വരുത്തി വെയിറ്റ് നോക്കുന്ന മെഷീനിന്റെ മേലെ ഒരു ഗ്ലാസ് വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഗ്ലാസ് വെച്ചപ്പോൾ ഗ്ലാസിന്റെ വെയിറ്റ് കാരണം സ്കെയിൽ ചേഞ്ച് ആവും. അതിനുശേഷം ആ ഗ്ലാസ് എടുത്തു മാറ്റി ആ മെഷീന് പുറമെ നൈട്രജൻ ഗ്യാസ് അടിച്ചിട്ട് ഗ്ലാസ് വെക്കുമ്പോൾ സ്കെയിൽ ചേഞ്ച് ആകുന്നില്ല. ഇപ്പോൾ മെഷീൻ ഫ്രീസ് ആയതുകൊണ്ട് സ്കെയിൽ ചേഞ്ച് ആവാത്തത്. പക്ഷെ കുറച്ചു നേരം മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. ആ ടൈമിനുള്ളിൽ നമ്മൾ പണി തീർത്തിരിക്കണം. ഇപ്പോൾ മാസ്റ്റർ എല്ലാവർക്കും ജോലികൾ തിരിച്ചു കൊടുക്കും. വോൾട്ടിന്റെ ബേസ്മെന്റ് ചാമ്പർ ഫ്രീസ് ചെയ്യാൻ 500 ലിറ്റർ നൈട്രജൻ വേണം. ആ ജോലി മാസ്റ്റർ അങ്കിളിനോട് ചെയ്യാൻ പറയും. അത് കേട്ട് ഡൈവർ അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ആരാ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഞാൻ വരാം എന്ന് പറയും. ഡൈവർ ആ വോൾട്ടിന്റെ ഉള്ളിൽ പോവാന്ന് പറഞ്ഞാൽ അത്ര
എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നീ ശരിയാവില്ല എന്ന് പറയും. ഇത് കേട്ട് ഹീറോ എന്നെ കൊണ്ട് പറ്റുമെന്ന് തിരിച്ചു പറയും. മാസ്റ്റർ ഓക്കെ പറയും. അങ്ങനെ വേൾഡ് കപ്പ് ഫൈനൽ ഡേ ആവും. ഫൈനൽ ആയതുകൊണ്ട് തന്നെ ആ സ്ഥലം മൊത്തം പൂരപ്പറമ്പ് പോലെയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ ക്യാമറകൾ എല്ലാം ക്രൗഡിനെ ഫേസ് ചെയ്താണുള്ളത്. ആ ടൈം യൂസ് ചെയ്ത് ഹീറോയിനും ഡൈവർ 3 പേരും ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ നിന്ന് റോപ്പ് വഴി ബാങ്ക് ഓഫ് സ്പെയിനിന്റെ റൂഫിലേക്ക് ചാടും. അന്ന് ബാങ്ക് അവധിയായതുകൊണ്ട് സെക്യൂരിറ്റി കുറവാണ്. അങ്ങനെ ഹീറോയും ടീമും റൂഫ് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് എത്തും. ഇതെല്ലാം ഒരു നിശ്ചിത ടൈമിനുള്ളിൽ വേണം ചെയ്തു തീർക്കാൻ. എല്ലാം നല്ല സ്പീഡിലാണ് അവർ ചെയ്യുന്നത്. അപ്പുറത്ത് ഹാക്കർ ക്യാമറ നോക്കി അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അവർ അയാൾ പറയുന്നത് പോലെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹീറോനെ ഇതൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് മൂപ്പര്. അങ്ങനെ അവർ എക്സോസ്റ്റ് വഴി ലിഫ്റ്റിലേക്ക് എത്തും. അങ്ങനെ അവർ ലിഫ്റ്റ് വഴി വോൾട്ടുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് ട്വിസ്റ്റ്. എന്താന്ന് വെച്ചാൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും വോൾട്ടിന് നടുവിൽ ഒരു വലിയ കൊക്ക പോലെ ഒരു സംഭവമുണ്ട്. അത് ക്രോസ് ചെയ്താലേ വോൾട്ടിനുള്ളിലേക്ക് കയറാൻ പറ്റൂ. അങ്ങനെ അവർ ഒരു ലാഡർ ഉപയോഗിച്ച് അത് ക്രോസ് ചെയ്യും. ആദ്യം ഹീറോയിനാണ് കടക്കുക, പിന്നെ ഹീറോ കടക്കും. അവസാനം ഡൈവർ കടക്കുമ്പോൾ ഡൈവറിന്റെ വെയിറ്റ് കൂടുതലായ കാരണം ലാഡർ ഒടിയാൻ തുടങ്ങും. എന്നാലും ഡൈവർ മെല്ലെ നീങ്ങി വോൾട്ടിന് അടുത്തേക്ക് എത്തുന്ന നേരം ലാഡർ പൊട്ടും. കറക്റ്റ് ടൈമിന് ഡൈവർ ചാടും. അപ്പോൾ ഹീറോ ഡൈവറിന്റെ കൈ പിടിച്ച് അവനെ രക്ഷിക്കും. ഇനി അവർക്ക് 31 മിനിറ്റ് ആണുള്ളത്. അതിനുള്ളിൽ എല്ലാ പരിപാടിയും തീർത്ത് അവർക്ക് പുറത്തേക്ക് കടക്കണം. വോൾട്ടിന്റെ മുന്നിലെ ഡോർ തുറക്കണമെങ്കിൽ പാസ്വേഡ് വേണം. അത് ഹാക്കർ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർ വോൾട്ടിന് മുന്നിലെത്തി. അവർ മുൻപ് സ്കാൻ ചെയ്ത 2 കീയും ബാങ്കിന്റെ ഹെഡിന്റെ വിരലടയാളവും യൂസ് ചെയ്ത് വോൾട്ടിന്റെ ഡോർ തുറക്കും. അതിനുള്ളിൽ ആ നിധിയുടെ പെട്ടികളെല്ലാം ഉണ്ട്. നടുവിൽ നീതി ദേവതയുടെ ശിലയുമുണ്ട്. ഇപ്പോൾ വോൾട്ടിന്റെ ചേംബർ ഫ്രീസ് ചെയ്യാൻ അങ്കിളിനോട് പറയും. അങ്കിൾ പണി തുടങ്ങും. അപ്പോൾ വോൾട്ടിനുള്ള എല്ലാ സ്ഥലവും ഫ്രീസ് ആവും. ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബോക്സുകൾ ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. പക്ഷേ അതിനുള്ളിൽ ബാങ്കിന്റെ ഹെഡിന് ഏതോ ഒരു സെൻസർ ട്രിഗർ ആയ അലാറം കിട്ടും. എല്ലാ ഗാർഡ്സും ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ ഹീറോയിന്റെ ടീം ഉള്ളിലേക്ക് വരാൻ വേണ്ടി ഓപ്പൺ ചെയ്ത റൂഫ് വഴി ഒരു പ്രാവ് ഉള്ളിൽ വന്നിട്ടുണ്ടാകും. അതിനെ കണ്ട് ആ പ്രാവ് എങ്ങനെ ഇവിടെ എത്തിയെന്ന് നോക്കുമ്പോൾ മുകളിൽ ഓപ്പൺ ആയിരിക്കുന്ന റൂഫ് കാണും. അപ്പോൾ ആരോ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ബാങ്ക് ഹെഡ് ഗാർഡ്സിനോട് പെട്ടെന്ന് വോൾട്ടിന്റെ ഉള്ളിലേക്ക് പോകാൻ പറയും. അത് മനസ്സിലാക്കിയ മാസ്റ്റർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഹീറോയിനോട് പറയും. ഹീറോ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് പറയും. അതുകൊണ്ട് മാസ്റ്റർ വേറെ വഴിയില്ലാതെ 3 പേരോടും സറണ്ടർ ആവാൻ പറയും. അപ്പോഴാണ് പടത്തിലെ മെയിൻ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ഇത്രയും നേരം മാസ്റ്ററിന്റെ ടീമിൽ ഉണ്ടായിരുന്ന ഡൈവർ ചതിയനായിരുന്നു. അവൻ ഹീറോനെ ഗൺ പോയിന്റിൽ നിർത്തി ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന കോയിൻസ് ചോദിക്കും. ഇത് കേട്ട് എല്ലാവരും ഷോക്കാവും. അപ്പോഴേക്കും വോൾട്ടിന്റെ ഡോർ ക്ലോസ് ആവാൻ തുടങ്ങും. അങ്ങനെ ഹീറോയിനും ഡൈവറും അതിനുള്ളിൽ പെടും. അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും വോൾട്ടിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങും. ആ സമയം ഫ്രീസായി നിൽക്കുന്ന ചേംബർ മെൽറ്റായി വോൾട്ടിനുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങും. അതേസമയം പുറത്ത് ഫൈനൽ മാച്ച് കണ്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആ ഡൈവർ ഹീറോയിന്റെ കയ്യിലുള്ള കോയിൻ എല്ലാം മേടിച്ച് രക്ഷപ്പെടാൻ നോക്കും. അവൻ ഒരു ഡൈവർ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒഴുക്കിന് എതിരെ നീന്തി വെള്ളം വോൾട്ടിലേക്ക് കയറുന്ന വഴിയിലൂടെ രക്ഷപ്പെടും. ഹീറോയ്ക്ക് അപ്പോൾ ഒരു ബുദ്ധി തോന്നും. വോൾട്ടിനുള്ളിലേക്ക് വെള്ളം കയറാൻ കാരണം വോൾട്ടിനുള്ളിലെ വെയിറ്റ് കാരണമാണെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് കയറുന്നത് നിൽക്കണമെങ്കിൽ അത് തന്നെയാവണം കാരണം. അതുകൊണ്ട് ഹീറോ അങ്കിളിനോട് ചേംബറിന് മുകളിൽ ആ ഗ്യാസ് സിലിണ്ടർ എല്ലാം കയറ്റി വെക്കാൻ പറയും. വെയിറ്റ് എല്ലാം ഈക്വലായി വെള്ളം കയറുന്നത് നിൽക്കുമെന്ന് പറയും. അപ്പോഴേക്കും മാസ്റ്ററിന് അവിടെ ക്യാമറയുടെ സിഗ്നൽസ് എല്ലാം കട്ടാവും. പിന്നെ മൈക്കിൽ പറയുന്നത് ഒന്നും കേൾക്കുന്നുമില്ല. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ താഴെ അങ്കിൾ എല്ലാ സിലിണ്ടറും കയറ്റി വെച്ച് അവസാനം തന്റെ റേഡിയോയും അതിന് മുകളിൽ കയറ്റി വയ്ക്കും. അപ്പോൾ വെയിറ്റ് ഈക്വലായി വോൾട്ടിൽ വെള്ളം കയറുന്നത് തിരിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ ഗാർഡ്സ് വോൾട്ടിന്റെ ഡോർ തുറന്ന് എല്ലാവരും വോൾട്ടിനുള്ളിൽ കയറി നോക്കും. ഹീറോയിനും അതിനുള്ളിലില്ല. എവിടെയെന്ന് നോക്കിയാൽ വെള്ളം പോയ അതേ റൂട്ട് വഴി അവരും പുറത്തേക്ക് പോയിട്ടുണ്ടാകും. ഇത് മനസ്സിലാക്കിയ ഹെഡ് അവർ പോയ റൂട്ട് മനസ്സിലാക്കി ഗാർഡ്സിനോട് അവരെ പിടിക്കാൻ പറയും. അവിടെ ഹീറോയും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലാണ്. പക്ഷേ ഇപ്പോഴും അവർക്ക് രക്ഷപ്പെടാൻ വലിയ ചാൻസ് ഒന്നുമില്ല. എന്താന്ന് വെച്ചാൽ ബാങ്കിന്റെ ഡോർ എല്ലാം ക്ലോസ്ഡ് ആണ്. പിന്നെ എല്ലാ വിൻഡോയും ബുള്ളറ്റ് പ്രൂഫുമാണ്. പക്ഷേ ഹീറോയിന് ഒരു പ്ലാൻ ഉണ്ട്. ഹീറോയിൻ വേഗം എന്റെ ഒപ്പം വരാൻ ഹീറോയിനോട് പറയും. ഇത് കണ്ട് ആർമി ഗാർഡ്സും അവരെ പിടിക്കാൻ പിന്നാലെ ഓടും. ഇവർ എങ്ങോട്ടാണ് ഓടുന്നത് എന്ന് നോക്കിയാൽ സ്റ്റാർട്ടിംഗിൽ ഹീറോയിൻ ബാങ്കിൽ ചാവി എടുക്കാൻ വന്ന റൂമില്ലേ, ആ റൂമിലെ ഒരു വിൻഡോ ഈസിയായി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അതുവഴി 2 പേരും ചാടി ഫൈനൽ മാച്ച് കാണുന്ന ജനങ്ങൾക്കിടയിൽ കയറും. ഹെഡ് അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൂടെയുള്ള ആളുകൾ ജനക്കൂട്ടം അധികമായതുകൊണ്ട് അത് തടയും. ഇപ്പോൾ ആർമി ഗാർഡ്സ് 2 പേരെയും ആ ആൾക്കൂട്ടത്തിലൂടെ പിന്തുടരുന്നുണ്ടാകും. അപ്പോൾ ഹീറോയിനും അവരുടെ ഡ്രസ് വരുമ്പോൾ ഉള്ളിൽ സ്പെയിൻ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി ഇട്ടിട്ടുണ്ടാകും. അതേ ടൈമിൽ സ്പെയിൻ ഒരു ഗോൾ അടിക്കും. അങ്ങനെ സ്പെയിൻ ജയിക്കും. അവിടെയുള്ള ആളുകൾ സന്തോഷത്തിൽ ആർമാദിക്കാൻ തുടങ്ങും. ഇതിനിടയിൽപ്പെട്ട ആർമി ഗാർഡ്സിന് ഒന്നും ചെയ്യാൻ പറ്റാതെ വാ പൊളിച്ച് ആ ഗ്യാപ്പിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷേ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടാലും കോയിൻസ് അവർക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അടുത്ത സീനിൽ മാസ്റ്ററും അവന്റെ ഫ്രണ്ട്സും മീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്ററിന്റെ ഫ്രണ്ട് പറയും, ഇത്ര കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് ആ കോയിൻസ് എടുക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കും. അത് സാരമില്ല, എനിക്ക് എന്റെ കോയിൻസിനേക്കാളും വലുത് എന്റെ ടീമാണ് എന്ന് പറഞ്ഞ് മാസ്റ്റർ അവിടെ നിന്ന് പോകും. ഇപ്പൊ മാസ്റ്ററിന്റെ ഫ്രണ്ട് ഒരിടത്തേക്ക് പോകുമ്പോൾ അവിടെ ആ ചതിയൻ ഡൈവറുമുണ്ട്. അവിടെ ആ ഡൈവർ ഹീറോയിന്റെ കയ്യിൽ നിന്ന് എടുത്ത കോയിൻ ചെക്ക് ചെയ്യുന്നുണ്ടാകും. ഇത്രയും കാലം ഇവർ 2 പേരുമാണ് മാസ്റ്ററിനെ ചതിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് വേറെ ടിസ്റ്റ്. ആ ഡൈവർക്ക് ഹീറോയിൻ കൊടുത്ത കോയിൻസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഒറിജിനൽ മാസ്റ്ററിന്റെ കയ്യിൽ തന്നെയുണ്ട്. അടുത്ത സീനിൽ മാസ്റ്ററും ടീമും ഒരുമിച്ചിരിക്കുമ്പോൾ മാസ്റ്റർ ഇതുപോലത്തെ വേറൊരു സംഭവം ഉണ്ടെന്നും അതിനുള്ളിലുള്ള കോയിൻസിനെ പറ്റിയും എല്ലാം പറയും. ആ സ്ഥലം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. അടുത്ത സീനിൽ ഹീറോയിൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ വേറെ ഒരു ലുക്കിൽ കയറുന്നത് കാണിച്ച് പടം അവിടെ അവസാനിക്കും. കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.